Hi friends, how are you? Welcome back my channel. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. Epson M200 ആണ് പ്രിന്റർ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഷീൻ ആണ്, അതുപോലെ സ്കാനറും ഉള്ള ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കഴിയുന്ന പ്രിന്റർ ആണത്. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതാണ് മെഷീൻ്റെ ബോക്സ്. ഇതിൻ്റെ ഉള്ളിലാണ് മെഷീൻ ഉള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇത് നിങ്ങളെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, എപ്സൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻ്ററിൻ്റെ ആൾ വന്നാൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അവർ ഫ്രീ ആയിട്ട് തന്നെ 1-2 ദിവസങ്ങളിലായിട്ട് അവർ വന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പം ഇതാണ് പ്രിൻ്റർ കണ്ടില്ലേ, ബോക്സ് ഓപ്പൺ ചെയ്തു, പ്രിൻ്റർ കണ്ടു. ഇതിലൊരു പവർ കോഡ് ഉണ്ട്, പിന്നെ 2 ഇങ്ക് ബോട്ടിൽ ഉണ്ടാവും. ഒന്നായിക്ക് വയ്ക്കാൻ, പിന്നെ ഒന്ന് അഡീഷണൽ ഫ്രീ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതതിൻ്റെ USB കേബിളാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. പിന്നെ ബോക്സിൽ ഇതിൻ്റെ CD-യും ഡ്രൈവർ CD-യും പിന്നെ യൂസർ മാനുവലിൻ്റെ ഒരു കിറ്റും ഉണ്ടാവും കേട്ടോ. അത് അതിൻ്റെ അടിയിലുണ്ടാവുക. അപ്പോൾ പ്രിൻ്റർ നമുക്ക് പുറത്തോട്ട് വെച്ചു. പിന്നെ തെർമോക്കോൾ പീസും പിന്നെ ആ കവറുകളൊക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കണം. കവർ നമുക്ക് ഒഴിവാക്കാൻ. അപ്പം ഇൻസ്റ്റാളേഷൻ നിങ്ങൾ ഏറ്റവും നല്ലത് നിയറസ്റ്റ് സർവീസ് സെൻ്ററിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൻ്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്താൽ അവർ ഒന്ന് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും കേട്ടോ. വെറുതെ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയി ഈ കവറും പിന്നെ ബ്ലൂ ടാപ്പ് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും മെഷീൻ ഓണാക്കുക ഒന്നും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഷീന് എപ്സൻ്റെ ഇങ്ക് ടാങ്കിൽ ഏറ്റവും ഫാസ്റ്റ് മെഷീനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ. പിന്നെ ചെറിയ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. മോണോക്രോമാണ് ഈ മെഷീൻ വരുന്നത്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഷീനാണ്, കളറില്ല കേട്ടോ. പിന്നെ ഈ മേലെ ADF സ്കാനിങ് ആണ് ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട്. നമ്മളെ ലീഗൽ പേപ്പറൊക്കെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അതേപോലെ കുറേ മാറ്റർ ഒരു 10-20 പേജ് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വെച്ചെടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് റീഡ് ചെയ്തുകൊണ്ട് സ്കാനിങ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലൂ ടാപ്പ് ഊരണം. പിന്നെ സാധാ എപ്സൻ്റെ ഇങ്കല്ല, ഇതിന് വേറെ ടൈപ്പ് ഇങ്കാണ് വരുന്നത്, പിഗ്മെൻറ്റ് ഇങ്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ചോദിച്ച് തന്നെ ഇങ്ക് വാങ്ങണം കേട്ടോ. എപ്സൻ്റെ വില കുറഞ്ഞ ഇങ്ക് വയ്ക്കരുത്. ഇതിൻ്റെ ഇങ്കിന് എത്ര 650-700 രൂപ ഉണ്ട്. പിന്നെ L സീരീസിന് ഇങ്ക് ഒരിക്കലും ഇതിന് വയ്ക്കാൻ നിൽക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെഡ് കംപ്ലൈൻറ്റ് വരും, വാറണ്ടി കട്ടാവുകയും ചെയ്യും. അതിന് മെക്കാനിക്കൽ ഏരിയയാണ്, അവിടെ തെർമോകോളീസും ടാപ്പും ഉണ്ടാവും, അത് ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം, ഞാൻ അതിന് റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.